Hello friends, welcome to my YouTube channel Haru and Tanu. നമ്മുടെ നാട്ടിൽ ചക്ക സീസൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇടിയൻ ചക്ക കൊണ്ട് ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇടിയൻ ചക്ക കൊണ്ട് എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു തോരൻ. ഇത് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. തോരന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ കഷ്ണം ഇടിയൻ ചക്ക മാത്രം മതി. ബാക്കിയുള്ളത് നമുക്ക് അടുത്തുള്ള റിലേറ്റീവ്സോ ഫ്രണ്ട്സോ കസിൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാവുന്നതാണ്. ചക്ക മുറിക്കുന്ന സമയത്ത് ഇതുപോലെ പശ ഉണ്ടാവും. അതൊരു ചെറിയ കഷ്ണം പേപ്പർ കൊണ്ട് നമുക്ക് തുടച്ച് മാറ്റാവുന്നതാണ്. ആദ്യമായിട്ട് ചക്ക തോരനൊക്കെ വയ്ക്കുന്നവരുണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു കഷ്ണമാണ് തോരൻ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ആദ്യം ഒന്ന് നാലാക്കി മുറിച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്ലാവേ ഉള്ളൂ. ആ പ്ലാവിൽ ചക്ക പൊട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് വേറൊരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. നാട്ടിലാകുമ്പോൾ ചക്കയും മാങ്ങയും കപ്പയും ഒക്കെ ധാരാളമായിട്ട് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ കഷ്ണങ്ങളുടെ മുള്ളു പോലത്തുള്ള ഭാഗവും അതുപോലെ തന്നെ നടുക്കലത്തെ ആ ഒരു പോർഷനും ഇതുപോലെ മുറിച്ചിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്ക പൊട്ടുന്ന സമയം തൊട്ട്, അതായത് ഇടിയൻ ചക്ക ആകുന്ന സമയം തൊട്ട് ചക്ക പഴുക്കുന്നത് വരെ പല പല റെസിപ്പീസ് വീട്ടിലുണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലോക്ക്ഡൗണിൻ്റെ സമയത്തായിരുന്നു ചക്കയുടെ സീസൺ. പതിവിൽ കൂടുതൽ നമ്മൾ ചക്ക യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മുടെ വീട്ടിലൊരു പ്ലാവ് ഉണ്ടെങ്കിൽ അതിൽ ചക്ക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യുക. ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്ത് കളയരുത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ചക്ക. അങ്ങനെ നമ്മുടെ ഇടിയൻ ചക്ക ഇതുപോലെ പീസാക്കി മുറിച്ച് അതിൻ്റെ മുള്ളൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ചക്കയുടെ മുള്ളിൻ്റെ ഭാഗമൊക്കെ നമുക്ക് കളയാം. നമ്മുടെ കത്തിയിൽ പശ പറ്റിയിട്ടുണ്ടാകും. അത് മാറ്റാനായിട്ട് കത്തി ഒന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ട് ഒരു പേപ്പർ വെച്ച് തുടയ്ക്കുമ്പോൾ ആ പശ മാറിക്കിട്ടും. ഇനി ഒരു കുക്കറിലേക്ക് ഈ ചക്കയുടെ പീസസ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, അതായത് ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. വേവിക്കാൻ വയ്ക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഒരു വിസിൽ മതി, അധികമായിട്ട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഒരു വിസിൽ വെച്ചിട്ട് നമുക്ക് തുറന്നു നോക്കാം. വെന്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ നമുക്ക് വച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മുടെ ചക്ക ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് കടായോ ഒരു ചീനച്ചട്ടിയോ ഗ്യാസിൽ വെച്ച് ചൂടാക്കുക. ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉഴുന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വേവിച്ചെടുത്തേക്കുന്ന ചക്കയുടെ പീസസ് നമ്മൾ വേവിച്ച വെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. ഒരു ഇടികല്ല് കൊണ്ട് നമുക്ക് പതുക്കെ ഇതൊന്ന് ചതച്ചു കൊടുക്കാം. അതുകൊണ്ട് അതുകൊണ്ട് എളുപ്പമല്ല, പാടാ. ഇതാകുമ്പോൾ വേഗം വേഗം പണ്ടൊക്കെ അമ്മിക്കല്ലും വച്ച കേട്ടോടാ. പണ്ടൊക്കെ തേങ്ങയും ഇതും എല്ലാം കൂടി അമ്മിക്കല്ലും ഇട്ട് അരച്ചെടുക്കും, ചതച്ചെടുക്കും. അങ്ങനെ നമ്മുടെ ഇടിയൻ ചക്ക വേവിച്ചത് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത് അമ്മിക്കല്ലുണ്ടെങ്കിൽ അമ്മിക്കല്ല് കൊണ്ട് ചതച്ചെടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നും ചേർത്ത് കൊടുക്കാം.
കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ്. ഇതിന് എരിവുണ്ട് ആവശ്യത്തിന്, അതുകൊണ്ട് ഞങ്ങൾ 2 പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. നമ്മുടെ തോരന് കുറച്ചുകൂടി നിറം കിട്ടാനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചനിറം മാറുമ്പോൾ അതിലേക്ക് 3 തണ്ട് കറിവേപ്പില നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇടിച്ചു വച്ചിരിക്കുന്ന വേവിച്ച ഇടിയൻ ചക്ക ചേർത്ത് കൊടുക്കാം. ഈ ഇടിയൻ ചക്ക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വലിച്ചെടുക്കണം. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ചിലർ ചക്ക ചതയ്ക്കുന്നതിനൊപ്പം തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും തേങ്ങയും ഒക്കെ ചതച്ചെടുക്കും. അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഫ്രഷായിട്ട് ചിരണ്ടി എടുത്തേക്കുന്ന 4 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർക്കാം. തേങ്ങ കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കി ഒന്ന് വലിച്ചെടുക്കണം. വലിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ആവശ്യത്തിന് ഇടിയൻ ചക്ക തോരൻ വലിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വലിച്ചെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറ്റൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ തോരൻ ഉണ്ടാക്കിയേക്കുന്നത് ഒരു ഇരുമ്പ് ചീൻചട്ടിയിലാണ്. നമ്മളിങ്ങനെ ഇരുമ്പ് ചീൻചട്ടിയിലൊക്കെ തോരനോ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ കുറച്ച് നേരം അതിനകത്തിരുന്ന നമ്മുടെ ആ ഡിഷിൻ്റെ കളറ് കുറഞ്ഞതായിട്ട് തോന്നും. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ചോറിൻ്റെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. അമ്മ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഫ്രഷായിട്ട് തയ്യാറാക്കിയെടുത്ത മോരും ഈ ഒരു തോരനും ഒക്കെ ചേർത്തിട്ട് ചോറുണ്ണാൻ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ പ്രാവശ്യം ഇടിയൻ ചക്ക കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.